ഒരു സൗണ്ട് കേട്ടില്ലേ? വണ്ടിയുടെ വീൽ ബെയറിംഗ് പോയതാണ്, ബൈക്കിൻ്റെ. അത് നമ്മുടെ വണ്ടി ഇതിൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ വീൽ ബെയറിംഗ് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം വീലിൽ ക്രോസ് ആയിരിക്കണ ബോൾട്ടാണ് അയച്ചെടുക്കുന്നത്. വീല് വണ്ടിയിൽ പിടിപ്പിച്ചിരിക്കണ ക്രോസ് ആയിട്ടുള്ള ബോൾട്ട് ഓപ്പോസിറ്റ് സൈഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇപ്പുറത്തെ നട്ട് 17 നട്ട് ആദ്യം ലൂസ് ചെയ്ത് വെക്കേണ്ടതാണ്. ശേഷം നമ്മൾ ബാക്ക് ബ്രേക്കിലെ പെഡലിൻ്റെ അവിടുന്ന് വരുന്ന ആ ലിങ്ക് ഉണ്ടല്ലോ, അത് വീലിലേക്ക് ഘടിപ്പിച്ച ഇത് കാണാം. അപ്പോൾ അവിടുത്തെ ആ ബോൾട്ട് ലൂസ് ചെയ്തതിന് ശേഷം ആ ലിങ്ക്, ബ്രേക്കിൻ്റെ ലിങ്ക് അഴിച്ച് മാറ്റേണ്ടത് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ ലിങ്കൊക്കെ അഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീല് അഴിച്ചെടുക്കണം. വീലിൻ്റെ കോളറാണ് ഇപ്പോൾ ആദ്യം അഴിച്ചെടുത്തത്. നട്ട് നേരത്തെ അഴിച്ച് ലൂസ് ചെയ്ത് വെച്ചായിരുന്നു. ഇതിപ്പോൾ വീലിൻ്റെ നട്ടിൻ്റെ പുറകിൽ വരുന്ന കോളറാണ്. ആ സൈഡിലെ വീലിൻ്റെ നട്ട് അഴിച്ചെടുത്തു. ഇനി ഈ ഭാഗത്തുള്ള നമുക്കതിൻ്റെ ബോൾട്ടും കൂടി അഴിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീലിൻ്റെ ബോൾട്ടൊക്കെ അഴിച്ചെടുത്തു. ഇനി ഇതിൻ്റെ വീല് ഊരിയെടുക്കാം. വീലിനി വണ്ടിയിൽ നിന്ന് സൈഡിലേക്ക് നീക്കിയിട്ട് ഊരിയെടുക്കാമെന്ന്. വീല് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ആ വീലിൻ്റെ ബെയറിങ്ങിൽ ഇതുപോലെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി നോക്കിയിട്ട് വീൽ ബെയറിങ് പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. റഫ് സൗണ്ട് ഉണ്ടെങ്കിൽ വീൽ ബെയറിങ് പോയിട്ടുണ്ടാവും. നമ്മൾ വീൽ ബെയറിങ് കറക്കി നോക്കിയപ്പോൾ നമുക്ക് വീൽ ബെയറിങ് പോയതായിട്ട് അനുഭവപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ചെയിൻ സ്പ്രോക്കറ്റും കൂടി അഴിച്ചു നോക്കേണ്ടതുണ്ട്. അതിൻ്റെ വീൽ ബെയറിങ് പോയാലും ഇതുപോലെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഇതുപോലത്തെ സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റും കൂടി ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീൽ ബെയറിങ് അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും കൂടി അഴിച്ചു നോക്കിയപ്പോൾ അതിലെ ബെയറിങ് പോയതായിട്ട് സൗണ്ട് കിട്ടുന്നുണ്ട്. നമ്മൾ വീൽ അഴിച്ച് മാറ്റി വെച്ച് നോക്കി അതിൻ്റെ ബെയറിങ് രണ്ട് സൈഡും ഇതുപോലെ കറക്കി നോക്കിയപ്പോൾ വീൽ ബെയറിങ്ങിന് ഒരു കുഴപ്പമില്ല. ശേഷം ഈ ചെയിൻ സ്പ്രോക്കറ്റ് അഴിച്ച് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഈ റഫായിട്ടുള്ള ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബെയറിംഗ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീൽ ബെയറിംഗ് ഇതുപോലെ പുറത്ത് വെച്ച് കറക്കി നോക്കുന്ന സമയത്ത് ഇതുപോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് ഇതുപോലെ കറക്കി കഴിഞ്ഞാൽ നല്ലതായിട്ട് സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ അതിൻ്റെ ഈ മെറ്റൽ പീസ് അഥവാ ഈ ബോൾട്ട് കയറുന്ന നമ്മളെ ഈ വീലിൻ്റെ ബോൾട്ട് കയറുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഇതുപോലെയുള്ള രണ്ട് മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് നമ്മൾ വീൽ ബെയറിങ് ഹാമർ വെച്ച് അടിച്ച് ഊരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള സ്പ്രോക്കറ്റ് കറക്റ്റ് ലെങ്ത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഗിയറിലൊന്നും തട്ടാതെ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഈ വീലിൻ്റെ ഇതിൽ വരുന്ന കോളർ വെച്ചിട്ട് ഒരു ഹാമർ വെച്ച് അടിച്ച് ഊരുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ അടിച്ച് സിമ്പിളായിട്ട് അടിച്ച് ഊരി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വീൽ ബെയറിങ് അത് സെറ്റായിട്ട് തന്നെ കിട്ടും. അതിൻ്റെ പുറകെ ഒരു ഓയിൽ സീലുമുണ്ട്. ആ ഓയിൽ സീലും നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാവുന്നതാണ്. വലിയ ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ബെയറിങ് ചിലപ്പോൾ റഫായിട്ട് മണ്ണൊക്കെ കയറിയിട്ട് ചിലപ്പോൾ ചെറിയ ടൈറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കഷ്ണം ഇതുപോലെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം വീണ്ടും അതുപോലെ ഹാമർ വെച്ചിട്ട് അടിച്ച് ബെയറിങ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്ത ബെയറിങ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ബെയറിങ് പോയതിൻ്റെ ആ ഒരു കറക്കവും റഫ്നെസ്സും ആ ഒരു സെൻറ്റർ ഭാഗം കുറച്ച് ഫ്രീ ആയതും കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിന് പുതിയൊരു ബെയറിങ് തന്നെ എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയതാണ്. സ്പെയർ പാർട്സ് കടയിൽ നിന്ന്, ബൈക്കിൻ്റെ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് വാങ്ങിയത്. ഏകദേശം ഒരു 250 രൂപയിൽ താഴെ എങ്ങാണ്ട് വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത്. ഞാൻ ഓർക്കണില്ല റേറ്റ് ഏകദേശം എത്രയാണ്. അപ്പോൾ നമ്മൾ പഴയ ബെയറിങ്ങും പുതിയ ബെയറിങ്ങും വെച്ചിട്ട് കവർ പൊളിക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കവർ പൊളിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം തിരിച്ചെടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. കവർ പൊളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അതിൻ്റെ ഔട്ടറും ഇന്നറും കറക്റ്റ് ലെവൽ കറക്റ്റാണോ എന്ന് നോക്കുക. സൈസ് കറക്റ്റാണോ നോക്കിയതിന് ശേഷമാണ് നമ്മൾ മാത്രമേ കവർ പൊളിക്കാവൂ. ഏകദേശം ഓക്കെ ആണെങ്കിൽ കവർ പൊളിച്ചിട്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഴയ ബെയറിങ്ങും പുതിയ ബെയറിങ്ങും എല്ലാം നോക്കി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പഴയതുപോലെ ചെയിൻ സ്പ്രോക്കറ്റിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബെയറിങ്ങിലേക്ക് കയറ്റി വിടുന്ന ഈ ഭാഗത്തേക്ക് ഫ്രീ ആയിട്ട് തന്നെ ബെയറിങ് കയറിക്കോളും. പഴയ ബെയറിങ് ചെളിയും ഗ്രീസൊക്കെ ആയതിനാൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇത് പുതിയ ബെയറിങ് നല്ല സ്മൂത്തായിട്ട് കയറും. ശേഷം നമ്മൾ പഴയ ബെയറിങ് വെച്ച് ചെയിൻ സ്പ്രോക്കറ്റിൽ പുതിയ ബെയറിങ്ങിൻ്റെ മുകളിൽ പഴയ ബെയറിങ് വെച്ചതിന് ശേഷം നമ്മൾ പഴയ കോളർ വെച്ച് ഇതുപോലെ ഹാമർ വെച്ച് പതുക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിക്കുന്ന സമയത്ത് സൈഡിലേക്ക് കറക്റ്റ് കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. സൈഡിൽ അതിൻ്റെ ബെയറിങ് കറക്റ്റായിട്ട് കയറിയതിന് ശേഷം നമുക്ക് വീണ്ടും
ബോൾട്ടിൻ്റെ ആ മെറ്റൽ ഭാഗം അതിനകത്ത് കയറ്റി വെച്ചതിന് ശേഷം ഒന്ന് കറക്കി വെക്കാവുന്നതാണ്. നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ശേഷം നമ്മൾ ബെയറിങ്ങിൻ്റെ പുറം ഭാഗത്ത് ഒരു ഓയിൽ സീൽ വരുന്നുണ്ട്. ആ ഓയിൽ സീലിൻ്റെയും ബെയറിങ്ങിൻ്റെയും ഇടയിലായിട്ട് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ റെഡ് ഗ്രീസാണ് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബെയറിങ്ങിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ബെയറിങ് നല്ല സ്മൂത്ത് വർക്കിംഗ് ആയിരിക്കും. അങ്ങനെ ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഓയിൽ സീൽ പഴയത് തന്നെയാണ്, നന്നായി സൈഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീൽ ബെയറിങ് അഥവാ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ബെയറിങ് മാറ്റുന്ന വർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ വീൽ അഴിച്ചതുപോലെ തിരിച്ച് അതുപോലെ വണ്ടിയിലേക്ക് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.